Other books. 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 Calicut. Assalamu alaikum. This is to greet my dear friend Dr. Ausaf and the team at Other Books. പുസ്തകങ്ങൾക്കായിട്ട് അതർ ബുക്സിനെ ബന്ധപ്പെട്ടപ്പോൾ അവരയച്ചു തന്ന കാറ്റലോഗ് എന്നെ വളരെയധികം ആകർഷിച്ചു. മറ്റ് പബ്ലിഷേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് അധികം ആരും സംസാരിക്കാത്ത വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള പുസ്തകങ്ങളാണ് അതർ ബുക്സ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു. ഒരു 4-5 കൊല്ലം മുമ്പ് മാർട്ടിൻ ലിങ്സിൻ്റെ മുഹമ്മദ് എന്നുള്ള പുസ്തകം വായിച്ചപ്പോഴാണ് ആദ്യമായിട്ട് അതർ ബുക്സിനെ പറ്റി അറിഞ്ഞത്. എന്തുകൊണ്ട് ഞാൻ ഇതര പ്രസാധകരെക്കാൾ അതർ ബുക്സിനെ പരിഗണിക്കുന്നു എന്ന് ചോദിച്ചാൽ, അടിച്ചമർത്തപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെയും രാഷ്ട്രീയം വളരെ കൃത്യമായും വ്യക്തമായും അതർ ബുക്സിൻ്റെ അക്ഷരങ്ങളിലൂടെ അവർ പ്രകാശിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ്. ഞാൻ ആദ്യമായി അതർ ബുക്സിനെ പരിചയപ്പെടുന്നത് സിയാവുദ്ദീൻ സർദാറിൻ്റെ ആത്മകഥയിലൂടെയാണ്. ഖുർആൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് ആയിന്നിറങ്ങിയ ഫസ്ലുർ റഹ്മാൻ്റെ ഖുർആൻ വ്യാഖ്യാന ശാസ്ത്രത്തിൻ്റെ മുഖവുരയും മാർട്ടിൻ ലിങ്സിൻ്റെ പ്രശസ്തമായ കൃതി മുഹമ്മദിൻ്റെ പരിഭാഷയുമെല്ലാം എൻ്റെ വായനാ ജീവിതത്തിലെ വ്യത്യസ്തമായ നവ്യാനുഭവങ്ങളായിരുന്നു. It's a splendid feeling knowing that there's a team out there trying to bring out books that are so crucial in understanding the socio-cultural and political ethos of the state that we're living in. It is not something that has come into existence out of the passive and business interests of a group of people. It's something that has been provoked or forced into existence by the stark reality of the era in which we live. അതർ ബുക്സിനെ കുറിച്ച് കേട്ടപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ഓഫ് ബുക്സിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ, നിങ്ങളുടെ എഫേർട്ടിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ, അത് വായിക്കാനുള്ളൊരു എഫേർട്ട് പോലും ഞാൻ എടുക്കുന്നില്ല എന്നറിയുമ്പോൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള വ്യക്തികളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കുറ്റബോധം, ഞങ്ങളുടെ കംഫർട്ട് സോണിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കുറ്റബോധമാണ് അതർ ബുക്സിൻ്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ സമയത്ത് പണ്ടൊക്കെ നമ്മുടെ മുൻഗാമികളൊക്കെ പറയണ്ടായിരുന്നു, കോഴിക്കോട് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് റഹ്മത്തിൻ്റെ രുചികളാണ്. പക്ഷെ നമ്മളൊക്കെ കോഴിക്കോട് കണ്ടറിഞ്ഞു തുടങ്ങിയെങ്കിൽ നമ്മളൊരിക്കലും കയറാൻ മറക്കാത്ത, അല്ലെങ്കിൽ പോകാൻ മറക്കാത്തൊരിടമായിട്ട് ഒതർ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ രുചികളും അഭിരുചികളും ശരിക്കും രൂപപ്പെടുത്തിയത് അതിൽ വലിയൊരു പങ്ക് ഒതറിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയങ്കര ഗിൽട്ട് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം ഇങ്ങനത്തെ ഒരു പബ്ലിഷിംഗ് ഹൗസ് ഞാൻ കണ്ടില്ലല്ലോ എന്നതിൻ്റെ ഒരു നല്ല കുറ്റബോധമുണ്ട്. കാരണം the kind of curation that you guys have is something. I feel Other Books did a great job by bringing out titles like Mapla Muslims by Dr. Hussain Randatani, the title by Dr. Professor Bahauddin, and also translating the masterpiece of Zainuddin Maktoum's Tuhfatul Mujahideen into English for our English readers outside Kerala. Well, Other Books is not a perfect publisher, and I don't think that anyone at Other Books would claim so. But there is something very unique with Other Books. For most of the publication companies, both mainstream and alternative, publication is a kind of a bilateral relationship between writers and printers. Whereas Other Books approaches it quite differently and very creatively. For them, it's all about, publication is all about cultivating a strong relationship between the books and the readers. അംബേദ്കറും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള തർക്കങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ വായിച്ചത്. ഏതായാലും ഈ ബുക്ക് പ്രസിദ്ധീകരിച്ചതിൽ എൻ്റെ അതർ ബുക്സിന് ഞാൻ അഭിനന്ദിക്കുന്നു. I really enjoyed the time volunteering for Other Books in Sharjah Book Fair. It was like a festival for me during every 11 days of Sharjah Book Fair. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തതോ മറ്റുള്ളവർ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അതർ ബുക്സിലെ അതർ എന്ന പേര് എന്നെ ഒട്ടേറെ ആകർഷിച്ചത്. Whenever there has been injustice,
transgressing due limits, it has, in a reactionary manner, given birth to a lot of other ideas, other thoughts, other philosophies, other ways, other means, other measures, and so on. And all this basically evolved from the ink and pen of other people who have written other books that challenge the stereotypes of that era and are read again by other people who question and challenge the prevailing norms and realities. ഏത് പ്രസിദ്ധീകരണായാലും അത് മതസംഘടനയുടേതായാലും രാഷ്ട്രീയ സംഘടനയുടേതൊക്കെ ആയാലും ഒരു പ്രത്യേക ആശയത്തെ അനുകൂലിക്കുന്ന പുസ്തകങ്ങളും ചിന്തകളെയും പ്രചരിപ്പിക്കുക എന്നതാണ് സാധാരണ ചെയ്യാറുള്ളത്. അതർ ബുക്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്വയം കെട്ടിയുണ്ടാക്കിയ ഒരു നിലപാട് തറ ഇല്ലാത്തതുകൊണ്ട് വ്യത്യസ്ത ചിന്താധാരയിൽപ്പെട്ട എഴുത്തുകാരെയും പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്തുക എന്നൊരു ദൗത്യമാണ് അതർ ബുക്സ് ഇതുവരെ നിർവഹിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഡോക്ടർ ഔസാഫ് 80കൾ മുതൽ തുടക്കത്തിൽ തന്നെ ഉള്ള ഞങ്ങളുടെയായിട്ടുള്ള സൗഹൃദം വളരെ നീണ്ടതാണ്. സമാനമായ ചിന്തകളും ആശയങ്ങളും പങ്കുവെക്കുന്ന ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തോടുള്ള പ്രതിബദ്ധതയും ഈ 17 വർഷം കൊണ്ട് പിന്നെ ഈ പ്രസാദ രംഗത്ത് അവർ സംഭാവന ചെയ്തിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ തികച്ചും വളരെ അന്തർദേശീയ നിലവാരത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഗ്രന്ഥങ്ങളാണ്. So cheers to Other Books for giving us the strength to talk about the other side. ലോകം അതർ ബുക്സിനെ തേടി വരുന്നൊരു നാൾ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസാനുഗ്രഹങ്ങളും ആത്മാഭിമാന ശതകവും നേരുന്നു. വിവിധ കൃതികളിലൂടെ ഷർമൽ ജാക്സനെയും ഖാദറിൻ ബുള്ളക്കിനെയും വായിൽ ഹല്ലാക്കിനെയും മില്ലറിനെയും ഒക്കെ ഒരുപക്ഷെ മലയാള വായനാ ലോകത്തിന് ആദ്യമായി പരിചയപ്പെടുത്തിയത് അതർ ബുക്സ് ആയിരിക്കും. സവാനിഹിലൂടെയും ഫീഹി മാഫിയിലൂടെയും ദിവ്യാനുരാഗത്തിൻ്റെ പീയൂഷ ചഷകങ്ങൾ മലയാളിയെ കുടിപ്പിച്ച അതർ ബുക്സ് സൂഫിസത്തിലും തങ്ങളുടേതായ റോൾ നിർവഹിച്ചിട്ടുണ്ട്. 15ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അതർ ബുക്സിന് ഈ ഒരു എളിയ വായനക്കാരൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഭാവിയിലും ഇത്തരം ധീരത കാണിക്കാൻ അതർ ബുക്സിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ താല്പര്യങ്ങൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ എനിക്ക് ലഭിച്ചത് അതർ ബുക്സിൽ നിന്നായതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യ വായനാനുഭവങ്ങൾ തുടങ്ങുന്നതും അവർക്കൊപ്പമാണ്. എൻ്റെ കൂടി പ്രസാദനത്തിന് സർവഭാവുകങ്ങളും ഉലകിനും ഉയിരിനും വേണ്ടി എൻ്റെ കൂടി പ്രസാദനത്തിന് സർവഭാവുകങ്ങളും ഉലകിനും ഉയിരിനും വേണ്ടി. Congratulations, Dr. Awsaf, and hope to see you soon at the Sharjah International Book Fair. Assalamu alaikum.